ഇന്ന് ഒരു കേരള പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പൊൻതൂവൽ നേടിയ ഒരു അന്വേഷണത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകം, 2 സ്റ്റേറ്റുകളിലായി നടന്ന ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണവും അതിൻ്റെ വിജയകരമായ പര്യവസാനവും, പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും വാങ്ങിക്കൊടുത്ത ഒരു സംഭവം. നാളുകൾക്ക് മുമ്പ് ഒരു പത്രത്തിലൊരു വാർത്ത വരികയാണ്, ഒരു വിവാഹ പരസ്യം. ഈ വിവാഹ പരസ്യം കൊടുത്തത് ഒരു ശങ്കരൻ നായർ എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയാണ് വിവാഹ പരസ്യം കൊടുത്തത്. ഇതനുസരിച്ച് ശങ്കരൻ നായരുടെ മകൾ സുധയെ പെണ്ണ് കാണുവാനായിട്ട് ആ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു. കാഴ്ചയിൽ തന്നെ സുമുഖനും സംസാരത്തിൽ വിനയാന്വിതനുമായ അയാളുടെ പേര് രവീന്ദ്രൻ നായർ എന്നായിരുന്നു. ഈ രവീന്ദ്രൻ നായർ വന്നിട്ട് തൻ്റെ കഥനകഥയാണ് ആദ്യം പറയുന്നത്. താൻ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന ആളാണ്. അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ ഒരു അമ്മാവൻ്റെ സംരക്ഷണയിലാണ് താൻ വളർന്നു വന്നുകൊണ്ടിരുന്നത്. അമ്മാവനും ഒരു 6 മാസത്തിന് മുമ്പ് മരിച്ചു. താനിപ്പോൾ അനാഥനാണ്. അയാൾ പൊട്ടിക്കരഞ്ഞു. ഇയാളുടെ വർത്തമാനവും മറ്റും കേട്ടപ്പോൾ ശങ്കരൻ നായർക്ക് അയാളോട് അലിവ് തോന്നി, സ്നേഹം തോന്നി. മകളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു, രജിസ്റ്റർ മാരേജ് ചെയ്തു കൊടുത്തു. രജിസ്റ്റർ മാരേജ് ചെയ്യപ്പെടുന്ന സമയത്ത് അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യയുടെ വീട്ടിൽ താമസമായി. ഈ രവീന്ദ്രൻ നായർ 2 ആഴ്ച കൂടുമ്പോൾ ടൂറിന് പോകും. ടൂറിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. അതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഈ 2 ആഴ്ച എന്നുള്ളത് ചിലപ്പോൾ 1 മാസമായി, ചിലപ്പോൾ 2 മാസമായി. ഇങ്ങനെ ആയപ്പോൾ ഭാര്യ നിർബന്ധം പിടിച്ചു. ബാംഗ്ലൂരിലാണ് തനിക്ക് ജോലി എന്നാണ് പറഞ്ഞിരുന്നത്. ബാംഗ്ലൂരിലേക്ക് തന്നെയും കൂട്ടിക്കൊണ്ടു പോകണം. അങ്ങനെ സുധയുടെ നിർബന്ധപ്രകാരം ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് രവീന്ദ്രൻ നായർ നേരെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂരിൽ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശങ്കരൻ നായർക്ക് കത്ത് വന്നു. മകള് ഇവിടെ സുഖമായിരിക്കുന്നു, ഇതിനിടയ്ക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിരുന്നു, ചിക്കൻ ബോക്സ് കുറഞ്ഞു എന്ന് പറഞ്ഞ് കത്ത്. എന്നാൽ മകളുടെ കത്ത്, മകളെക്കുറിച്ചുള്ള വിവരങ്ങളുള്ള ആ കത്ത് എവിടെ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നോ അതിൻ്റെ ഒരു പോസ്റ്റൽ അഡ്രസ്സോ ആ കത്തിലില്ലായിരുന്നു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കത്ത് വന്നു. മറുപടി എഴുതാൻ പറ്റുന്നില്ല, അഡ്രസ്സില്ല. ഇങ്ങനെ കത്തിൻ്റെ ദൈർഘ്യവും കൂടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശങ്കരൻ നായർക്കൊരു സംശയം, തൻ്റെ മകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുന്നു. അയാൾ കത്തില്ലാതായതോടുകൂടി അന്വേഷണം തുടങ്ങി. അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് വളരെയധികം അന്വേഷണം നടത്തി. അവസാനം ഈ രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന മരുമകൻ കൽക്കട്ടയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ കൽക്കട്ടയിലേക്ക് തൻ്റെ മകനെ ശങ്കരൻ നായർ പറഞ്ഞു വിടുകയാണ്. കൽക്കട്ടയിൽ ഒരുപാട് അലഞ്ഞതിന് ശേഷം തൻ്റെ അളിയനെ രവീന്ദ്രൻ നായരെ അനുജൻ കണ്ടെത്തുന്നു. സുധയുടെ അനുജൻ കണ്ടെത്തപ്പോൾ കണ്ട കാഴ്ച, അയാളുടെ കൂട്ടത്തിൽ തൻ്റെ പെങ്ങളില്ല. രവീന്ദ്രൻ നായർ പറഞ്ഞ മറുപടി ആസാമിൽ നഴ്സിങ്ങിന് പഠിക്കാൻ പോയിരിക്കുന്നു എന്നാണ്. അപ്പോഴേ ആ അനുജന് സംശയം തോന്നി. അനുജൻ വന്നിട്ട് നേരെ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്ന ആ അച്ഛൻ നേരെ IG ആയിരുന്ന രാജൻ സാറിനെ പോയി കണ്ടു, വിവരങ്ങളൊക്കെ പറഞ്ഞു. IG യുടെ പ്രത്യേക താല്പര്യപ്രകാരം അന്ന് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന രാമചന്ദ്രൻ നായരെ ഈ കേസിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. അങ്ങനെ രാമചന്ദ്രൻ നായർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രവീന്ദ്രൻ നായരെക്കുറിച്ച് അന്വേഷിച്ചു. കുറേ നാളിന് ശേഷമാണ് ചില തുമ്പുകൾ കിട്ടിയത്. രവീന്ദ്രൻ നായർ ആലപ്പുഴയിൽ ഭാര്യയും മക്കളുമായിട്ട് കണ്ടുമുട്ടാറുണ്ട്. അവിടെ മാത്രമല്ല, രവീന്ദ്രൻ നായർക്ക് ഭാര്യ നേരെ തിരുവനന്തപുരത്തുമുണ്ട്. അങ്ങനെ രഹസ്യമായിട്ട് രവീന്ദ്രൻ നായരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ കഥ, ഇവരൊന്നിച്ച് നേരെ പോയത് ബാംഗ്ലൂരിലേക്കാണ്. ഭാര്യയുമായിട്ട് ബാംഗ്ലൂരിൽ പോകുമ്പോൾ ട്രെയിനിൻ്റെ പടിയിൽ നിന്ന് എങ്ങനെയോ കാൽ വഴുതി അവൾ വെള്ളത്തിലേക്ക് വീണു. ബാംഗ്ലൂരേക്ക് പോയ അയാൾ പറഞ്ഞ കഥ, ബാംഗ്ലൂരേക്ക് പോകുന്ന വഴിക്ക് ട്രെയിനിൻ്റെ പടിയിൽ നിന്ന് അവൾ വെള്ളത്തിലേക്ക് വീണു മരിച്ചുപോയി. അച്ഛനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് അവിടെ ചെന്നിട്ട് മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് കത്തുകൾ എഴുതിയതെന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസ് അതനുസരിച്ച് ബാംഗ്ലൂർ വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഒരു അനാഥ ശവത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചു. പക്ഷെ അവിടെയെങ്കും ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തുടർന്ന് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ നേരെ പോയത് ബാംഗ്ലൂരിലേക്കല്ല, മൈസൂരിലേക്കാണ്. പോകുന്ന വഴിക്ക് ഇവൾക്ക് പനി പിടിച്ചപ്പോഴത്തേക്ക് പനിയാണ് എന്ന് കരുതി, പനി കുറയുവാനുള്ള ടാബ്ലറ്റ് എന്ന് കരുതി അവൾക്ക് ഉറക്കഗുളികകളാണ് കൊടുത്തത്. അങ്ങനെ താൻ ശ്വാസം മുട്ടിച്ച് അവളെ കൊന്നു.
കൊന്നതിന് ശേഷം മൈസൂരിലെ ലോഡ്ജിൽ അവളുടെ സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അഴിച്ചെടുത്ത് യാതൊരു തര തെളിവുകളുമില്ലാതെ അവിടെ നിന്ന് അയാൾ നേരെ ബോംബെയിലേക്ക് പോകുന്നു. ബോംബെയിൽ നിന്ന് സ്ഥലം വാങ്ങി കൽക്കട്ടയിലേക്ക് പോയി അങ്ങനെ സുഖമായി ജീവിച്ചു വരികയായിരുന്നു. ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാമേന്ദ്രൻ നായർ മൈസൂർ പോലീസുമായിട്ടും ആ ലോഡ്ജിലും ഇയാളെ കൊണ്ടുപോയി. ലോഡ്ജിലെ ആളുകൾ ഈ രവീന്ദ്രൻ നായർ എന്ന കൊലയാളിയെ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അയാൾ വിറ്റ സ്വർണം തെളിവായിട്ട് വീണ്ടെടുത്തു. അതുമാത്രമല്ല, അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ചുമതല, കൊലപാതകം നടന്നത് മൈസൂരിലായതുകൊണ്ട് മൈസൂരിലെ പോലീസിന് കൃത്യമായ വിവരങ്ങൾ നൽകുകയും അന്വേഷണ ചുമതല മൈസൂർ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിവിദഗ്ധമായ അന്വേഷണത്തിൻ്റെ ഫലമായി ആരും അറിയാതെ പോകുമായിരുന്ന ഒരു കൊലപാതകം വളരെ വിദഗ്ധമായി കേരള പോലീസ് തെളിയിച്ചു. അതിൻ്റെ അനന്തരഫലം എന്ന് പറയട്ടെ, മൈസൂർ പോലീസ് ഇത് അന്വേഷിച്ചു. ഇതിനിടയിലൊരു സംഭവമുണ്ടായി. ഈ ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവരെ കൊണ്ടുവരികയും ആ അന്വേഷണത്തിൽ അന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ടിരുന്ന ആ പേജ് മാത്രം കാണാതെ വരികയും ചെയ്ത സംഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ആ അമ്പലത്തിൽ ദേവസ്വം ഇൻസ്പെക്ടർ എന്നുള്ള ഭാവത്തിൽ വന്ന് അയാൾ ആ രജിസ്റ്റർ പരിശോധിക്കുകയും ആ പേജ് മാത്രം വിദഗ്ധമായി ഈ കൊലയാളി രവീന്ദ്രൻ നായർ കീറിക്കളയുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മൈസൂർ പോലീസ് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കണ്ടെത്തുകയും ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി പ്രകാരം രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കിട്ടിയ തെളിവുകളുടെ വെളിപ്രകാരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു, കൊലപാതകമായിരുന്നു, കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. കൂടാതെ ആവശ്യത്തിൽ കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു, ആവശ്യത്തിൽ കൂടുതൽ ശ്വാസം മുട്ടിച്ചാണ് കൊന്നത്. കൂടാതെ ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഉറക്ക ഗുളികയുടെ ധാരാളം കണ്ടന്റുകളും ഉണ്ടായിരുന്നു. ഏതായാലും കേസ് നന്നായിട്ട് ഫ്രെയിം ചെയ്യുകയും മൈസൂർ പോലീസ് ആ കേസ് അവിടെ കൃത്യമായി കോടതിയിലെത്തിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമായിട്ട് ജീവപര്യന്തം തടവിന് ഈ രവീന്ദ്രൻ നായരെ ശിക്ഷിക്കുകയും ചെയ്തു. കേരള പോലീസിൻ്റെ അന്വേഷണത്തിലെ വളരെ കൗതുകം നിറഞ്ഞതും വളരെ ആത്മാർത്ഥത നിറഞ്ഞതും വൈദഗ്ധ്യം നിറഞ്ഞതുമായ ഒരു കേസായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്.